ഹലോ, കണ്ണടച്ചിരിക്കണ അനുവിനെ തന്നെ കേട്ടോ ഞങ്ങൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കണത്. ഇപ്പം ഞങ്ങളുടെ യാത്ര ജെയിൻറ്റ് വീലിലാണ്. വണ്ടർല എന്ന് പറഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ട ആദ്യത്തെ ആളാണ് കേട്ടോ അനു. എന്തിനായിരുന്നു കുട്ട ആ ആവേശം, അതെനിക്കിപ്പോഴും അറിയില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ നെക്സ്റ്റ് റൈഡിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ റൈഡ് കൊള്ളാം കേട്ടോ. ഒരു ട്രെയിനിലൊക്കെ പോണ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഉള്ള റൈഡായിരിക്കും. എന്തായാലും നമ്മളും കയറി അതിനകത്ത് എൻജോയ് ചെയ്തു. മുകളിലെത്തി കേവിലൂടെ പോയി പിന്നെ ഒരു പോക്കുണ്ടായിരുന്നു. അത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. റൈഡ് കഴിഞ്ഞ് ലാൻഡ് ചെയ്തപ്പോൾ നല്ല വിശപ്പിൻ്റെ വിളി വരുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഓടി നടന്ന എല്ലാ റൈഡ്സിലും കയറലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. അവസാനം ചെറിയൊരു സ്നാക്കിങ്ങിൽ ഒതുക്കി ഞങ്ങളത്. ഇനിയാണ് ഞങ്ങൾ എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള വാട്ടർ റൈഡ്സ് വരുന്നത് കേട്ടോ. എല്ലാത്തിലും അടിച്ച് പൊളിച്ച് കയറി തിമിർത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒന്നിൻ്റെയും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഏകദേശം നൈറ്റായി, നമ്മളെല്ലാം റെഡിയായി തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. അപ്പോഴാണ് ആര്യ പറഞ്ഞത് അവിടെ എന്തോ ഷോ നടക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കയറി. കണ്ണടയൊക്കെ വെച്ച് ഞങ്ങൾ ഫുൾ ത്രില്ലിലാട്ടോ. അഡ്വഞ്ചേഴ്സ് ഓഫ് ചിക്കു വൈൽഡ് റൈഡ് അതായിരുന്നു സംഭവം. ഓ കിടുക്കാച്ചി. അങ്ങനെ 100 വാട്ടിൻ്റെ ബൾബും കത്തിച്ച് നമുക്ക് നമ്മുടെ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാം. ഡിസംബറിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ട്രിപ്പ്. ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുപ്പിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഫുള്ളി ഡെക്കറേറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പയും പിന്നെ ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ വിഷ്വലി. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവാണ്. ഏകദേശം 7:30 മണിയായിട്ടോ സമയം. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കുറേ ആയില്ലേ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഒരു ഹോൾ ഡേ ഫുള്ളി ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തിയിട്ടുണ്ട്. കൊക്കോ സ്റ്റേയിലായിരുന്നു കേട്ടോ താമസം. അവിടെ എത്തി ഒരു ലോഡ് കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഗുഡ് നൈറ്റ് ആയിട്ടോ ഞങ്ങൾ. അപ്പോൾ ബൈ.